ഹലോ നമസ്കാരം. ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം വർഷ ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് ഉണ്ടായിരുന്നു, നമ്മളതിൽ പഠിച്ചു. ദ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ് ആണ് എന്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു. നമ്മൾ ഇലക്ട്രിക് ചാർജസിൻ്റെ 3 ബേസിക് പ്രോപ്പർട്ടീസും പഠിച്ചു. നമുക്ക് ആ ഇലക്ട്രിക് ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കിയിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഈ 3 പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള എക്സ്പ്ലെയിൻഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പാർട്സ് മാത്രം. എന്താണ് 3 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്, 3 ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് മാത്രമേ ഇപ്പോൾ ഈ റീക്യാപ്പിൽ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അവിടെയാണ് നമുക്ക് ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടീസ് ഇനി പഠിക്കേണ്ടത്. അപ്പോൾ ഒരു ബെസ്റ്റ് പ്രോപ്പർട്ടി ആണ് ലൈറ്റ് ചാർജസ് റിപ്പൽ ചെയ്യുമെന്നും അൺലൈറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യുമെന്നും. മാത്രമല്ല മറ്റൊരു പ്രോപ്പർട്ടിയാണ് ചാർജസ് ആർ ഓഫ് 2 ടൈപ്സ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. എങ്കിലും തന്ത്രപ്രധാനമായ 3 പ്രോപ്പർട്ടീസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം, അഡിറ്റിവിറ്റി നേച്ചർ ഓഫ് ചാർജസ്. സോ അഡിറ്റിവിറ്റി മീൻസ് ദ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈസ് ഓൾ ടുഗദർ the algebraic sum of all the charges located anywhere inside a body. അപ്പോൾ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് മനസ്സിലായി കാണും. നമുക്ക് ടോട്ടൽ ചാർജസിനെ എടുക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ ചാർജസിനെ എല്ലാം കൂടി ആഡ് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ അഡിറ്റീവ് പ്രോപ്പർട്ടി അനുസരിക്കുന്നവരാണ് ചാർജസ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ചാർജസ്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് ആയിരുന്നു. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ചാർജസ്. Charges can neither be created nor be destroyed but can be transferred from one body to another. നമ്മൾ ഒരു ബോഡിയെ ചാർജ് ചെയ്താലും ഓൾ ടുഗദർ നോക്കിയാൽ ചാർജുകൾ എണ്ണം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ കൺസർവേറ്റീവ് നേച്ചർ ആണ് ചാർജസിനുള്ളത്. ലോകത്തുള്ള എല്ലാ ചാർജുകൾക്കും കൺസർവേറ്റീവ് നേച്ചർ ആണുള്ളത്. They just changes their position, അവരുടെ സ്ഥാനം മാത്രം മാറ്റും. The total number of charges around the whole universe is always a constant. മൂന്നാമത്തെയും അവസാനത്തെയും പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. മുകളിലേക്ക് എഴുതിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. എന്താ നോക്കാം ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിൽ പോസിബിൾ ആയിട്ട് എത്രത്തോളം ചാർജസ് ഉണ്ടോ, ഹൗ മച്ച് പോസിബിൾ ചാർജസ് ആർ എക്സിസ്റ്റിംഗ് ഇൻ ദി യൂണിവേഴ്സ്, they all are will be the integral multiple of the fundamental charge E. ഫണ്ടമെന്റൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഫണ്ടമെന്റൽ ചാർജ് ആയ ഇ. എത്ര നിങ്ങൾക്ക് അറിയാം? ഇ ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁹ കൂളംബ് ആണ്. അപ്പോൾ ഈ യൂണിവേഴ്സിൽ 1000 ചാർജസേ ഉള്ളത് വിചാരിച്ചാട്ടെ. 1000 ചാർജസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും കൂടി 1000 ഉള്ളത് വിചാരിച്ചാട്ടെ. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, പ്രോട്ടോൺസിന്റെ ചാർജും എത്ര തന്നെയാണ്? പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് 1.6 × 10⁻⁹ കൂളംബ് തന്നെയാണ്. എന്താണ് പിന്നെ മാറ്റം? പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും മാസസിൽ വ്യത്യാസമുണ്ട്. ചാർജസ് ഫണ്ടമെന്റൽ ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ പൊളാരിറ്റിയിലാണ് വ്യത്യാസം. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവും പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവുമാണ്. അപ്പോൾ 1000 ചാർജസ് ആണ് യൂണിവേഴ്സിൽ ഉള്ളതെങ്കിൽ 1000 ചാർജസ് ആണ് യൂണിവേഴ്സിൽ ഉള്ളതെങ്കിൽ അപ്പൊ എണ്ണം നമ്പർ ഓഫ് ചാർജസ് ഇൻ യൂണിവേഴ്സ് 1000 ആണ്. ഇൻറ്റു അപ്പോ ഒരു ചാർജിന്റെ വില എത്രയാണ്? 1.6 × 10⁻⁹. അപ്പൊ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ചാർജ് ഇ. എങ്കിൽ ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു ±NE എന്ന് എഴുതാം. ടോട്ടൽ ചാർജ് Q ഈക്വൽസ് ±NE എന്ന് പറഞ്ഞാൽ N is the total number of charges. നമ്മൾ നേരത്തെ 1000 ചാർജ് തന്നെ എടുത്തത്. E is the fundamental charge of an electron. എങ്കിൽ Q is the condensation of charge. അതായത് Q എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ഓഫ് എ ചാർജ്ഡ് ബോഡിയാണ്. 1000 ചാർജസ് ഉള്ള ഒരു ബോഡി ആണെങ്കിൽ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് Q ഈക്വൽസ് നമ്പർ ഓഫ് ചാർജസ് മൾട്ടിപ്ലൈഡ് ബൈ ഫണ്ടമെന്റൽ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കടയിൽ പോയപ്പോൾ 10 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ആപ്പിളിന്റെ വില 2 രൂപയാണ്. അപ്പോ 10 ആപ്പിൾ ഉണ്ട്. അപ്പൊ N ഈക്വൽസ് എത്രയാണ്? 10 ആണ്. ഒരാപ്പിളിന്റെ വില എത്രയാണ്? ഒരാപ്പിളിന്റെ വില 2 ആണ്. അപ്പൊ ടോട്ടൽ ആപ്പിളിന്റെ വില എത്രയാണ്? 10 × 2 എന്നായിട്ടും 20 കിട്ടില്ല. അപ്പൊ 10 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ചാർജസ് ആണ്. ഇവിടെ ആപ്പിളിന്റെ എണ്ണമാണ്. 2 എന്ന് വെച്ചാൽ ഒരാപ്പിളിന്റെ വിലയാണ്. ഇവിടെ നമുക്ക് എന്നാ എഴുതാം? ഇ എന്ന് എഴുതാം. ഇ ഈസ് എ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. അപ്പൊ അവ ആയിരിക്കും നമ്മുടെ എന്താണ്? ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് Q ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് എന്നിയെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. അപ്പൊ ക്വാണ്ടൈസേഷൻ മീൻസ് the total charge inside a body is the integral multiple of fundamental charge of an electron. Okay, അല്ലെങ്കിൽ Q equals plus or minus എന്നിയാണ്. Three properties: ഒന്ന് additivity of charges, രണ്ട് conservation of charges, മൂന്ന് condensation of charges. മറ്റു പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് അറിയാം. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. മറ്റൊരു പ്രോപ്പർട്ടി അറിയാം, there are two types of charges, positive charges and negative charges. നമുക്കിനി ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു ലോയെ കുറിച്ച് മനസ്സിലാക്കാം. നമുക്കറിയാം, രണ്ട് പോസിറ്റീവ് ചാർജസ് അടുപ്പിച്ച് വെച്ചാൽ അവരെന്നാ ചെയ്യും? റിപ്പൽ ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും. അതുപോലെ രണ്ട് നെഗറ്റീവ് ചാർജസ് അടുപ്പിച്ച് വെച്ചാലും റിപ്പൽ ചെയ്യും. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അടുപ്പിച്ച് വെച്ചാൽ അത് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. എങ്കിൽ രണ്ട് പോസിറ്റീവ് ചാർജുകൾ വെക്കുമ്പോൾ ഉണ്ടാകുന്ന റിപ്പൾസീവ് ഫോഴ്സോ അഥവാ ഒരു പോസിറ്റീവും നെഗറ്റീവും വെക്കുമ്പോഴുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെയോ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ശക്തിയിലായിരിക്കും ആ റിപ്പൾസീവ് ഫോഴ്സും അട്രാക്റ്റീവ് ഫോഴ്സും ഒക്കെ ഉണ്ടാകുന്നത്? നമുക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രശസ്ത സയൻറ്റിസ്റ്റായ കൂളോംബ് പറഞ്ഞു തന്നിട്ട് ഒരു ലോ നമുക്കിവിടെ ഉപയോഗിക്കാം. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രൈമറി ലോയാണ് കൂളോംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമുക്കിത് മനസ്സിലാക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം, അതായത് ഫസ്റ്റ് ഇയറിൽ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ച ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. എന്താ നമ്മളത് പഠിച്ചത്? നമുക്കറിയാം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഈ ലോകത്തുള്ള ഏത് രണ്ട് ഒബ്ജക്ട്സുകളും തമ്മിൽ ഉള്ള ഫോഴ്സാണ്. അപ്പൊ ഈ ലോ എന്താണ്? നമുക്കറിയാം, എനി ടു മാസസ് ഇൻ ദിസ് വേൾഡ് will attract each other with a force which is directly proportional to product of the masses and inversely proportional to square of the distance between them. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ലോയാണ്. ഈ ലോ എന്തിനാ ഇവിടെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പറഞ്ഞത് രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണെങ്കിൽ, അതായത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണെങ്കിൽ, കൂളോംസ് ലോ പറയുന്നത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സാണ്. നമുക്കത് നോക്കാം. Q1ഉം Q2ഉം രണ്ട് പോയിന്റ് ചാർജസ് ആണെങ്കിൽ, മാത്രമല്ല Q1ഉം Q2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജസ് Q1 ആൻഡ് Q2, അതായത് Q1ഉം Q2നും ഇടയ്ക്കുള്ള ഫോഴ്സ് F ആണെങ്കിൽ, that electrostatic force is directly proportional to the product of the charges, F proportional to Q1 Q2 and inversely proportional to square of the distance between the charges. അപ്പോൾ അവിടെ നമുക്ക് കാണാം F is proportional to Q1 Q2 by R square, അല്ലേ? അപ്പോൾ കൂളോംസ് ലോ പറയുന്നത് രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ അവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് ആകാം, അട്രാക്റ്റീവ് ഫോഴ്സ് ആകാം, that must be proportional to the product of the charges and inversely proportional to square of the distance between them. Or otherwise നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് F is equal to K into Q1 Q2 by R square എന്ന് എഴുതാം. ആ K എന്ന കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേര് കൂളോംസ് കോൺസ്റ്റന്റ് എന്നാണ്. ആ കൂളോംസ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയത്തെയാണ്. എന്ന് വെച്ചാൽ ഈ രണ്ട് ചാർജുകളും വാക്വത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയം വാക്വം ആണെങ്കിൽ, ഒന്നുമില്ലായ്മയാണെങ്കിൽ, കെയുടെ വില 1/4πε0 എന്ന് വായിക്കാം. വ്യക്തമായിട്ട് കേൾക്കുക. ε0 അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കെ എന്ന കോൺസ്റ്റന്റ് വില 1/4πε0 ആണ്. എപ്പോഴാണ് ഈ രണ്ട് ചാർജുകളും ഇരിക്കുന്ന മീഡിയം വാക്വമാണെങ്കിൽ. ε0 വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന്. ε0യുടെ വില 8.854 × 10⁻⁻12 കൂളോം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. ഈ ε0യുടെ വില ഇട്ട് കൊടുത്താൽ കെയുടെ വാല്യൂ 1/4πε0യിലെ ε0യ്ക്ക് 8.854 × 10⁻⁻12 കൊടുത്താൽ കെയുടെ വാല്യൂ 8.988 × 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ കിട്ടും. അതർവൈസ് നമ്മളതിനെ 9 × 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ എന്ന് എഴുതും. 9 × 10⁻9 എന്ന വാല്യൂ നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. Now let us check what is the physical meaning of absolute permittivity. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നമുക്കൊരു മീഡിയം വേണം. ആ മീഡിയം ആരാണ്? എയർ ആണ്. എയർ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ സംസാരം, എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ എയർ ഇല്ലാത്ത അവസ്ഥ നമ്മൾ വിളിക്കുന്ന പേരാണ് വാക്വം. ഇതുപോലെ തന്നെ
അപ്പോൾ രണ്ട് ചാർജുകൾ ഒരു മീഡിയത്തിൽ വെച്ചാൽ ആ മീഡിയത്തിൻ്റെ ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ആ മീഡിയം ആ രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടായതിനാൽ ആ ചാർജുകൾ തമ്മിലുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ്, അത് റിപ്പൾസീവ് ഫോഴ്സിൻ്റെ ആകാം അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ആകാം, ആ മീഡിയം തടസ്സപ്പെടുത്താം. അതായത് രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു മീഡിയം ഉണ്ടെങ്കിൽ ആ മീഡിയം അനുവദിക്കണം ആ രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന റിപ്പൾസീവ് ഫോഴ്സോ അട്രാക്റ്റീവ് ഫോഴ്സോ ആയിക്കോട്ടെ, ആ ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തി വിടുന്നത് ആ രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയത്തിൻ്റെ പ്രവർത്തനമായിരിക്കും. അപ്പോൾ മീഡിയം ഇല്ലായിരുന്നുവെങ്കിൽ ധാരാളം ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകും. പക്ഷേ ഒരു മീഡിയം അതിൻ്റെ ഇടയിൽ വന്നാൽ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ലൈൻസ് ഓഫ് ഫോഴ്സിനെ ആ മീഡിയം തടസ്സപ്പെടുത്തും. അപ്പോൾ പെർമിറ്റിവിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എവരി മെറ്റീരിയൽ ഓർ ദ മീഡിയം വിച്ച് മെഷേഴ്സ് ദ ഒപ്പോസിഷൻ ഓഫ് എഡ് അഗൻസ്റ്റ് ദ ഫോർമേഷൻ ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു മീഡിയം ഉണ്ടെങ്കിൽ ആ മീഡിയം എത്രത്തോളം ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്നോ, എന്തിനു വേണ്ടിയാ? ആ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടുന്നതിന്. ആ എമൗണ്ട് ഓഫ് ഒപ്പോസിഷനാണ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഒപ്പോസിഷൻ ഏറ്റവും കുറവ് എപ്പോഴായിരിക്കും? ആ രണ്ട് ചാർജുകൾക്കിടയിൽ മീഡിയം ഇല്ലാതിരിക്കുമ്പോൾ ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഒരു മീഡിയം രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എപ്സിലോൺ എന്ന് ഡിനോട്ട് ചെയ്യും. പക്ഷെ ബേസിക്കലി നമ്മളെപ്പോഴും ഈ പെർമിറ്റിവിറ്റിയെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്നല്ല കാണുന്നത്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, പെർമിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? രണ്ട് ചാർജുകൾ എയറിലോ അഥവാ വാക്വത്തിലോ ഇരിക്കുമ്പോഴാണ് മാക്സിമം പെർമിറ്റിവിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി എവിടെയൊക്കെ ഇരിക്കുമ്പോൾ റേഷ്യോ ആണ്. അപ്പോൾ ഒരു മീഡിയം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന പെർമിറ്റിവിറ്റി ടു മീഡിയം ഇല്ലായിരുന്നെങ്കിൽ ഉള്ള പെർമിറ്റിവിറ്റി. അപ്പോൾ എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ എന്ന് വിളിക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് permittivity in a new medium between the charges to the permittivity of air or vacuum between the charges. ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സസ് ഇൻ വാക്വം ഇവിടെ എഴുതിയിരിക്കുന്ന പോലെയാണ്. F is equal to 1/4πε0 Q1 Q2/r². രണ്ട് ചാർജസുകൾ തമ്മിലുള്ള ഫോഴ്സ്, ആ ചാർജുകൾ തമ്മിൽ ഒരു പുതിയ മീഡിയം ആണെങ്കിൽ ആ ഫോഴ്സ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. F is equal to 1/4πε Q1 Q2/r². ശ്രദ്ധിക്കുക, അവിടെ എപ്സിലോൺ എന്ന് വന്നത് രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു പുതിയ മീഡിയം ഉള്ളതിനാലാണ്. അതുകൊണ്ടാണ് എഫ് എം എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ ദ ന്യൂ മീഡിയം ഈക്വൽസ് 1/4πε Q1 Q2/r² എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. F is equal to 1/4πε0 Q1 Q2/r². അത് രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയം വാക്വം ആണെങ്കിൽ അല്ലെങ്കിൽ എയർ ആണെങ്കിലാണ് അതിനെ നമുക്ക് F is equal to 1/4πε Q1 Q2/r² എന്ന ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഇക്വേഷൻ രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു പുതിയ മീഡിയം വരുമ്പോഴാണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ 1/4π Q1 Q2/r² ഒക്കെ കട്ടായി പോവും. അവിടെ നമുക്ക് എപ്സിലോൺ/എപ്സിലോൺ എന്ന് കിട്ടും. നമുക്കറിയാം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ നമുക്ക് ആ F/Fm ഈസ് ഈക്വൽ ടു എപ്സിലോൺ r ആണല്ലോ. അങ്ങനെയാണെങ്കിൽ Fm ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കാണാം F/εr എന്ന് എഴുതാം. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ ഈ ഭാഗം ഒന്ന് പോസ് ചെയ്തിട്ട് ശ്രദ്ധിച്ച് ആ ഇക്വേഷൻസ് ഒന്ന് കാണുക. ഓർ F ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം Fm × εr. നമുക്കതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതായത് രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഏറ്റവും മാക്സിമം ആകുന്നത് അവർക്കിടയിലുള്ള മീഡിയം വാക്വം ആകുമ്പോഴാണ്, അഥവാ എയർ ആകുമ്പോഴാണ്. അപ്പോൾ രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു പുതിയ മീഡിയം വന്നാൽ അവർക്കിടയിലുള്ള ഫോഴ്സ് F/εr എന്ന ടൈംസിൽ കുറയും. F/εr എന്ന ടൈംസിൽ കുറയും എന്നും മനസ്സിലാക്കാം. അതിൽ F എന്താണ്? F is the force when the two charges are placed in a vacuum. അപ്പോൾ മാക്സിമം ഫോഴ്സ് എപ്പോഴാണ്? when the two charges are placed in vacuum. അപ്പോൾ ആ സമയത്തുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആയിരിക്കും. ഒരു പുതിയ മീഡിയത്തിലാണ് ചാർജുകൾ വെച്ചതെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ്. അപ്പോൾ ഒരു പുതിയ മീഡിയത്തിൽ ചാർജസ് വെച്ചാൽ ദ ന്യൂ ഫോഴ്സ് ഈസ് 1/εr ടൈംസ് F.
1/εr ടൈംസ് എഫ് അഥവാ F/εr. ഓക്കെ, ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് കൂളോംബാണ്, അതും കൂടെ ഓർത്തിരിക്കാം. നമുക്കിനി ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പരിശോധിക്കാം. നമുക്കറിയാം, ഒരു മാഗ്നറ്റ് വെച്ചാൽ ആ മാഗ്നറ്റിന് ചുറ്റും ആ കാന്തത്തിൻ്റെ കാന്തിക വലയം അനുഭവപ്പെടുന്നൊരു സ്ഥലമുണ്ട്. നമുക്കതിനെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഫീൽഡ് എന്ന് പറയുന്നത് ഒരാളുടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്, ആ ക്ലാസ്സിനുള്ളിലുള്ള കുട്ടികൾക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാം, പുറത്ത് കുറച്ച് ദൂരത്തൊക്കെ എൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ ക്ലാസ് കേൾക്കാം. അപ്പോൾ അത് എൻ്റെ ഫീൽഡാണ്, അതായത് എൻ്റെ ശബ്ദത്തിൻ്റെ ഫോഴ്സ് അവർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ആ പരിധിക്ക് അപ്പുറം വിട്ടുപോയി ഞാൻ പറയുന്ന ആർക്കെങ്കിലും കേൾക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലത്തെയാണ് വിളിക്കുന്നത്. ഏതെങ്കിലും ക്വാണ്ടിറ്റിയുടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? അപ്പോൾ ഇറ്റ് ഇസ് എ സ്പേസ് അറൗണ്ട് എ ചാർജ് വെയർ ഇറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്പേസിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇലക്ട്രിക് ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്തത് കുളോംസ് ലോ വെച്ചിട്ടാണ്. നമുക്കറിയാം, കുളോംസ് ലോ F K × Q1Q2/R² ആണ്. കെയുടെ വില 1/4πε0 ആണ്. കുളോംസ് ലോ 2 ചാർജസിനെ കുറിച്ച് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് 2ൽ കൂടുതൽ ചാർജസ് ഉണ്ടാക്കുന്ന ഫോഴ്സസിനെ കുറിച്ച് സംസാരിക്കണമെങ്കിലോ? ഇലക്ട്രിക് ഫോഴ്സസ് എല്ലായിടത്തുമുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെയും സ്ക്രീൻ പവർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫോഴ്സസ് ആണ്. നമ്മൾ ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഉണ്ടാക്കുന്നത് മില്യൺസ് ഓഫ് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്തുകൊണ്ടാണ്. നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ മില്യൺസ് ഓഫ് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ ലൈറ്റും ആ പിക്ചേഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അപ്പോൾ റൈറ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫോഴ്സസ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു Q എന്നൊരു ചാർജിന് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തേക്കുകയാണ്. ഈ Qനെ ഞാൻ വിളിക്കുന്ന പേര് സോഴ്സ് ചാർജ് എന്നാണ്. ഈ Q എന്ന സോഴ്സ് ചാർജ് ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ ചാർജിനെ അതിന് സമീപത്ത് കൊണ്ടുവച്ചു, അറ്റ് എ ഡിസ്റ്റൻസ് R. ഞാൻ ആ ചാർജിനെ വിളിക്കുന്ന പേര് ടെസ്റ്റ് ചാർജ് എന്നാണ്. ഒരു പ്രത്യേകത ഉണ്ട് ടെസ്റ്റ് ചാർജിന്. ഈ ടെസ്റ്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് വിൽ നോട്ട് അഫക്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി സോഴ്സ് ചാർജ്. എന്ന് വെച്ചാൽ ആ ടെസ്റ്റ് ചാർജ് നമ്മുടെ സോഴ്സ് ചാർജിനെ അപേക്ഷിച്ച് വളരെയധികം ചെറിയൊരു ചാർജാണ്. സോ ദാറ്റ് ഇറ്റ് കനോട്ട് ഇൻഫ്ലുവൻസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദി സോഴ്സ് ചാർജ്. നമ്മുടെ സോഴ്സ് ചാർജ് അറ്റ് എ പോയിന്റ് പിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ തീവ്രതയെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നാണ് വിളിക്കുന്നത്. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സോഴ്സ് ചാർജുമുണ്ട്, ടെസ്റ്റ് ചാർജുമുണ്ട്. ഈ ടെസ്റ്റ് ചാർജ് പേര് സൂചിപ്പിക്കുന്ന പോലെ നിങ്ങൾക്കറിയാം, ആ സോഴ്സ് ചാർജ് ഉണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡിലെ ഏതോ ഒരു പോയിന്റിലാണ് ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നത്. ആ ടെസ്റ്റ് ചാർജിൽ ആ സോഴ്സ് ചാർജ് എത്രത്തോളം ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ അതാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ്. നമുക്കതിനെ E = F/Q എന്ന് വിളിക്കാം. അതായത് ഇപ്പോൾ ടെസ്റ്റ് ചാർജിൽ Q എന്നൊരു ചാർജാണ് ഇരിക്കുന്നതെങ്കിൽ ആ Q എന്ന ടെസ്റ്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ടെസ്റ്റ് ചാർജ്. ദാറ്റ് ഈസ് E = F/Q. ഇനി ആ ടെസ്റ്റ് ചാർജ് Q0 എന്നായിരുന്നു ഞാൻ വിളിച്ചതെങ്കിൽ ഞാൻ എഴുതും ഇൻറ്റൻസിറ്റി = F/Q0 എന്ന് എഴുതും. അപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി E = F/Q ആണെങ്കിൽ ദ ഫോഴ്സ് ഓൺ ദ സോഴ്സ് ചാർജ് എത്രയായിരിക്കും? അത് നമുക്ക് എഴുതാം F = Q × E. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫോഴ്സ് ഓൺ എ സോഴ്സ് ചാർജ് ഈസ് F = Q × E. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് എ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ F/Q ആണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്.
ക്യൂവിൻ്റെ യൂണിറ്റ് കൂളംബാണ്. അപ്പം ന്യൂട്ടൺ പെർ കൂളംബ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റുമാണ്. ഇനി എത്രത്തോളമാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദ സോഴ്സ് ചാർജ് ക്യൂ എന്നുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മനസ്സിലായി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ചാർജ് ഈസ് ഈക്വൽ ടു F/Q. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. നമുക്കിനി എത്രത്തോളം മാഗ്നിറ്റ്യൂഡാണ് ഒരു ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്നത് എന്നും കൂടെ പരിശോധിക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു ഡെറിവേഷനാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്നാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് +Q എന്നൊരു ചാർജ് ഉണ്ട്. ആ ചാർജാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോഴ്സ് ചാർജ്. Q0 ഞാൻ ഇവിടുത്തെ ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കുകയാണ്. ടെസ്റ്റ് ചാർജ് കൂളംസ് ലോ അനുസരിച്ച് ഈ Qവും Q0വും സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് 1/4πε0 Q0/r² ആണ്. നമുക്കറിയാം കൂളംസ് ലോ 1/4πε0 Q1 Q2/r² ആയതുകൊണ്ടാണ്. ഇവിടെ Q1ന്റെ സ്ഥാനത്ത് സോഴ്സ് ചാർജ് Q ആണ്, Q2ന്റെ സ്ഥാനത്ത് ടെസ്റ്റ് ചാർജ് Q0 ആണ്. അതുകൊണ്ടാണ് Q0/r² എന്ന് എഴുതിയിരിക്കുന്നത്. ബട്ട് നമുക്കറിയാം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് E ഈക്വൽസ് F/, നമ്മുടെ ടെസ്റ്റ് ചാർജ് ആരാണ്? Q0 ആണ്. അതുകൊണ്ടാണ് E ഈസ് ഈക്വൽ ടു F/Q0 എന്ന് എഴുതിയത്. നേരത്തെ നമ്മൾ E ഈസ് ഈക്വൽ ടു F/Q എന്ന് ജനറലൈസ് ചെയ്ത് പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചാർജിന് സ്ഥാനത്ത് Q0 ആണ് വെച്ചത്. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് F/Q0 എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അറിയാം 1/4πε0 Q0/r² ആണ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജസ് എന്ന്. അപ്പോൾ നമുക്ക് അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Fന് /Q0. Q0 ക്യാൻസൽ ആയി പോവും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്? ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². അപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എ പ്ലേസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട പുതിയൊരു ടേമാണ് ഇലക്ട്രിക് ഡൈപോൾ. ടു ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു +Qവും ഒരു -Qവും ചാർജ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ചെറിയ ഡിസ്റ്റൻസ് അകലത്തിലാണ്, ഒരു ഐഡിയൽ ഡിസ്റ്റൻസ്. സോ ദിസ് ടൈപ്പ് ഓഫ് എ സെറ്റപ്പ് ഇസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. ടു ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ് കെപ്റ്റ് അറ്റ് എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളോട് ബന്ധപ്പെടുത്തി നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്നുള്ളതാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ചാർജ് ഇൻ ഇലക്ട്രിക് ഡൈപോൾ മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ് ആണ്. അതായത് +Q -Q രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ചാർജ് മൾട്ടിപ്ലൈഡ് ബൈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ വൺ ഓഫ് ദ ചാർജ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ് ആയതിനാൽ ചാർജിന് യൂണിറ്റ് കൂളംബാണ്, ഡിസ്റ്റൻസ് യൂണിറ്റ് മീറ്റർ ആണ്, കൂളം മീറ്റർ ആണ് ഇതിൻ്റെ യൂണിറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് കൂളം മീറ്റർ ആണ്. നമുക്കറിയാം സെയിം ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. പക്ഷെ നമുക്കിത് എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്? അതിനുവേണ്ടി മൈക്കിൾ ഫാരഡെ കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇലക്ട്രിക് ചാർജിന് ചുറ്റും ആ ഇലക്ട്രിക് ചാർജിൻ്റെ ഫീൽഡിനെ നമുക്ക് വരച്ച് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഇമാജിനറി സ്ട്രെയിറ്റ് ഓർ കർവ്ഡ് പാത്ത് അലോങ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ടെൻസ് ടു മൂവ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു പോസിറ്റീവ് ചാർജിനെ വെറുതെ അഴിച്ചു വിട്ടാൽ അയാൾ ഓടി ഒരു നെഗറ്റീവ് ചാർജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന പാത്തിനെ വരച്ച് കാണിച്ചാൽ അതിൻ്റെ പാത്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആയിട്ട് വരച്ച് കാണിക്കുന്നത്. അത് ഇമാജിനറി ലൈൻസ് ആണ്, അത് സ്ട്രെയിറ്റ് ആകാം, അത് കർവ്ഡും ആകാം. ധാരാളം എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് മനസ്സിലാക്കിയ കൺക്ലൂഷൻസ് ആണ് മൈക്കിൾ ഫാരഡെ പ്രസൻറ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് പോസിറ്റീവ് ചാർജിൻ്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് അതിൽ നിന്ന് ആരംഭിക്കും, അതെവിടെ അവസാനിക്കും? അത് നെഗറ്റീവ് ചാർജസ് അവസാനിക്കും.
അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട്സ് അറ്റ് പോസിറ്റീവ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ്. ഇനി ഒരു പോസിറ്റീവ് ചാർജ് ഐസൊലേറ്റഡ് ആയിട്ട് സിംഗിളായിട്ട് നൽകുകയാണെങ്കിൽ ദ ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് മൂവ്സ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റിയിലുള്ള ഏതോ നെഗറ്റീവ് ചാർജിലേക്ക് പോവുകയാണെന്ന് സങ്കല്പം. ഇനി നെഗറ്റീവ് ചാർജസ് മാത്രം ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് മൂവ്സ് ടുവേഡ്സ് ദ നെഗറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി. അപ്പോൾ ഇത് രണ്ടും ഓരോ പ്രോപ്പർട്ടിയാണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒറിജിനേറ്റ് ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കി വെച്ചേക്കാം. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്തിരുന്നാൽ ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട്സ് അറ്റ് പോസിറ്റീവ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ്. അതൊരു കർവ്ഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആയിരിക്കും. ഇനി രണ്ട് പോസിറ്റീവ് ചാർജസാണ് വെച്ചതെങ്കിലോ ലൈൻസ് ഓഫ് ഫോഴ്സ് ബെൻസ് എവേ ഫ്രം ഈച്ച് അതർ. ഒരു ചാർജിന് ചുറ്റും ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാണെങ്കിൽ ആ വെച്ചിരിക്കുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഒറിജിനേറ്റിംഗ് ഓർ ടെർമിനേറ്റിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ്. മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ടാൻജന്റ് വരച്ചാൽ ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ടു ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട്. അഥവാ അങ്ങനെ കൂട്ടിമുട്ടിയാൽ എന്താ അർത്ഥമെന്ന് ചോദിച്ചാൽ ഒരേ ചാർജിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടെന്നാണ്, വിച്ച് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. Electric line of force is an imaginary straight or curved path along which a unit positive charge tends to move in an electric field. After observing the experimental patterns, the properties of electric lines of force were stated. Electric field lines originated from a point charge or infinity and terminate on a negative charge or infinity. If there is a positive charge in its surrounding, electric field lines will be in radially outward direction. Electric field lines have a tendency of termination towards a negative charge, thus lines will bend and terminate towards the negative charge. If charge magnitude is more, bending will be more. Similarly, electric field lines also have tendency to bend away from the positive charges. Number of electric field lines originating or terminating is directly proportional to magnitude of charge. For example, if 10 lines are drawn from 5 coulomb charge, then 20 lines will be drawn from 10 coulomb charge. Tangent at a point on an electric line of force gives the direction of electric field and force at that point. Two electric field lines can never intersect. If it happens, then two tangents will be drawn at their points of intersection, which means there will be two directions of electric field lines, which is not possible. Electric lines of force are closer, crowded, where the electric field is stronger and the lines spread out where the electric field is weaker. Since the electric field lines are more dense at point A, therefore, electric field strength at point A is more as compared to point B. Electric field lines never exist in closed loop because electric field lines can never start and end on the same charge. Electric lines of force do not pass through a conductor. Hence, the interior of the conductor is free from the influence of the electric field. Electric lines of force can pass through an insulator. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് സീറോ. നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് സീറോ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. മാത്രമല്ല ഒരു ഇൻസുലേറ്ററിൽ കൂടെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് കടന്നു പോകാനും സാധിക്കും. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആവാനുള്ള കാരണം ഒരു കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് കാണും. അവരാണ് അതിനകത്ത് ഇലക്ട്രിസിറ്റിക്ക് കാരണക്കാർ. ആ കണ്ടക്ടറിനുള്ളിലെ ഇലക്ട്രോണുകളുടെ റിപ്പൾസീവ് ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി ദ ഇലക്ട്രോൺസ് മൂവ് ടു ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ഇലക്ട്രോൺസ് ആ കണ്ടക്ടറിൻ്റെ സർഫസിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദർ വിൽ നോട്ട് ബി എനി ചാർജസ് ഇൻസൈഡ് ദ കണ്ടക്ടർ. നമ്മൾ പഠിച്ചു ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. സർഫസിൽ മാത്രമേ ചാർജസ് ഉള്ളതിനാൽ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ പാസസ് ഇൻസൈഡ് എ കണ്ടക്ടർ. അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഒരിക്കൽ കൂടെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ശ്രദ്ധിക്കാം.
ഈ സ്ക്രീനിലുള്ളത് ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിക്കുക, നോട്ട്ബുക്കിലേക്ക് പകർത്തുകയും ചെയ്യുക. ശരി, അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചേക്കാം. നോട്ട്സ് തരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മളിന്ന് പഠിച്ചത് കൂളോംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, റിലേറ്റീവ് പെർമിയബിലിറ്റി, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.